നമ്മളെല്ലാവരും കണ്ട ഇപ്പൊ ഈ കണ്ട വയനാട്, ആ വയനാട് നമ്മൾ ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, അത് ഓർമ്മിക്കാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ എന്നാലും അവിടെ ഉണ്ടായ സംഭവം ഒരു നാടകത്തിലൂടെ നമ്മുടെ മുന്നിലെത്തിച്ച് അത് കണ്ട ഒരാൾ പോലും കണ്ണെന്നറിയാത്തതില്ല. ഇത്രയും മനോഹരമായിട്ട് അവരിത് ഇവിടെ ഇത്ര അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ ഉള്ളിൽ നിന്ന് വന്നാണ് പല ചോദ്യങ്ങളും അല്ലെ മക്കളെ. അതിൽ നിങ്ങൾ അവസാനം ചോദിക്കുന്നുണ്ട് ഈ നാട് ഞങ്ങളുടെ കൂടി അല്ലേ എന്ന്. അതൊക്കെ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയല്ലേ? നിങ്ങൾ ശരിക്കും ഈ നാടകം സെലക്ട് ചെയ്തപ്പോൾ ഇത് നിങ്ങളാണ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് വേണ്ടതെന്ന്. അപ്പൊ ഞങ്ങള് സാറ് വെച്ച് ഇങ്ങനത്തെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടേ. അത് ആദ്യം പറഞ്ഞത് എന്താണ്, നാടകത്തിനുള്ളിൽ നാടകം അത് വേണോ. നമ്മൾ പറഞ്ഞ അത് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങൾക്ക് കഥ മതി, അത് മതി. സാറ് പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് എന്താ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം നമുക്ക് നമ്മുടെ പല ആളുകളും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. നിങ്ങളുടെ തന്നെ ആണെങ്കിലും സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങൾ അവിടെ ആ നാടകം അവതരിപ്പിക്കും, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്കും ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്കും കൂടി എത്തിച്ചതാണല്ലോ നിങ്ങൾ ശരിക്കും. ശരിക്കും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് അവിടെ മര്യാദക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് കാണിക്കാൻ, ഞങ്ങളുടെ അതിജീവനാണ് ഞങ്ങളിവിടെ ഉദ്ദേശിച്ചത്. അതിലും കൊണ്ട് ഞങ്ങൾക്ക് പറയാമെന്നുള്ളത്, എന്ത് പ്രതിസന്ധി കാണിച്ചാലും നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. നിങ്ങളുടെ ഉണ്ണിമാഷ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പഠിപ്പിച്ച പദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഞാനൊരു മലയാളം സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഋതമായിരുന്നു ആ പുഴയുടെ ആ ഒരു ഒഴുക്ക്, ആ ഒരു താളം. പക്ഷേ ഇപ്പോൾ അവിടെ മഴ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അല്ലേ എല്ലാവരും? ആ ഒരു പേടി ഇപ്പോഴും മാറിയിട്ടില്ല എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത് പറഞ്ഞാൽ ഞങ്ങളെ പഴയ സ്കൂൾ സ്ഥലവും ആ ചുറ്റുഭാഗവും ഞങ്ങളെ സൈഡിൽ കൂടെ ഒഴുകുന്ന ആ പുഴയും ആ ഒരു മനസ്സിലേക്ക് ഈ ഒരു ഇതിന് ചെയ്യണ ഓരോ സീനിലും നമുക്ക് അതാണ് ഞങ്ങളെ മനസ്സിലേക്ക്, ഞങ്ങളെ വിട്ടുപോയ കൂട്ടുകാരും എല്ലാം ഞങ്ങളെ മനസ്സിലേക്ക് വന്നു. നിങ്ങളെല്ലാവരും ഈ അപകടത്തിൽ മറ്റേ ഇവന് മണ്ണിൽ നടന്ന് വലിച്ചെടുത്തത്, മണ്ണിന്റെ ഇവന്റെ 2 പട്ടികള് മിസ്സായി. പേര് പറഞ്ഞു കൊടുക്കടാ. ബ്ലാക്കും ബ്രൗണി മിസ്സായി. മോന് ഈ ആ ഉരുൾ പൊട്ടിയപ്പോൾ ഒഴുക്കിൽ പെട്ടായിരുന്നു. അപ്പൊ കൂടെ പട്ടികൾ ഒഴുകി വന്നായിരുന്നു. പക്ഷെ എനിക്ക് പട്ടീനെ കാണാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വല്യമ്മൻ്റെ വീട്ടിലാണ് നിന്നേ. പട്ടി മറ്റേ സ്കൂൾ റോട്ടില് മേലെയാ, അവിടെയായിരുന്നു. ഇപ്പൊ മോൻ അവതരിപ്പിച്ച ആ ഒരു പട്ടിക്കുട്ടിയുടെ ആ ഒരു മാനേഴ്സ് ഇതെല്ലാം ബ്ലാക്കിയുടെയും ഇവരുടെ എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളതാണോ? അവരുടെയാണോ? മോൻ്റെ അത്രയും പെറ്റായിരുന്നോ അവരെല്ലാവരും? അപ്പൊ എന്തായാലും ആ ഒരു ഓർമ്മപ്പെടുത്തലും മോനും അനുഭവിച്ച അല്ലെങ്കിൽ മോനും മിസ്സായിട്ടുള്ള ആ ബ്ലാക്കിയുടെയും ഇവരുടെ എല്ലാം ആ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് മോൻ അതോടെ അവതരിപ്പിച്ചത് കേട്ടോ. എന്തായാലും ഒരുപാട് എന്താ പറയുക, എനിക്കിപ്പം മോനോട് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നില്ല. എന്തായാലും കേട്ടോ, നന്നായിരിക്കട്ടെ കേട്ടോ. എന്തായാലും മക്കളെ എല്ലാവരും നന്നായിട്ട് ചെയ്തു, മനസ്സിലായി. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് വന്ന ഒരു ആക്ടിങ് സ്റ്റേജ് ആണെന്ന് മനസ്സിലായി. എന്തായാലും നിങ്ങളത് ഇവിടെ കണ്ടുകൊണ്ടിരുന്ന ഒരാളുടെ പോലും കണ്ണ് നിറയാതിരുന്നിട്ടില്ല കേട്ടോ. എന്തായാലും നന്നായിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. നിങ്ങളുടെ സ്കൂളും നാടും എല്ലാം തിരിച്ചു കിട്ടട്ടെ എത്രയും പെട്ടെന്ന് കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. എല്ലാവരുടെയും കണ്ണ് നിറയിച്ച ആ വയനാട്, നമ്മൾ ആ വയനാട്ടിലുണ്ടായ ആ ഒരു വീണ്ടും ദുരന്തമൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയും നമ്മളെല്ലാവരെയും വിഷമിപ്പിച്ച ആ ഒരു സംഭവം ഇവിടെ നാടക രൂപത്തിലൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരെയും കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണ് നിറയാത്തവരില്ല. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ്. നമസ്കാരം. ഇത് ശരിക്കും ഈ കുട്ടികൾ ഇവരെ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റോറിയാണ് പറയണമെന്ന് പറയുമ്പോൾ അവർ മാനസികമായിട്ട് അവരെല്ലാവരും റെഡി ആയിരുന്നു അത് ചെയ്യാൻ? അല്ല, ഞാൻ വേറൊരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടാണ്, ഞാൻ 1-2 കഥകൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ വെള്ളപ്പൊക്കം, ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ തന്നെയാണ് പറഞ്ഞത്. അത് പല ഡയലോഗ് ഒരുക്കിയിരിക്കുന്നതും കുട്ടികൾ തന്നെയാണ്. അവസാനത്തെ ചോദ്യം, പക്ഷേ ഞങ്ങളുടെ സ്കൂള് ആ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂപ്രകൃതിയുടെ വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ നടുക്കാണ് ആ സ്കൂൾ, അവരുടെ വെള്ളാർമല സ്കൂൾ. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും, അതുപോലെ കിട്ടുമെന്ന് പറഞ്ഞൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അത് അവരുടെ ഡയലോഗാണ്. സത്യസന്ധമായിട്ട് കുട്ടികൾ ചോദിച്ചാൽ പിന്നെ അവർക്കൊരു ആശങ്കയുണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ. എത്ര കാലം ഇങ്ങനെ വാടക വീടുകളിൽ ഇങ്ങനെ ചിതറിത്തെറിച്ച മനുഷ്യരായിട്ട് അങ്ങനെ കഴിയുമെന്ന് പറയുന്ന രക്ഷകർത്താക്കൾ പങ്കുവയ്ക്കുന്ന ആശങ്കയാവും. അത് കുട്ടികൾക്കുണ്ട്, അത് കുട്ടികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്, ഈ രാജ്യം ഞങ്ങളുടെ ഇത് കൂടിയല്ലേ എന്ന്. അതെ. പിന്നെ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നത്. കുട്ടികൾ ഈ പറയുന്ന ആ അപകടത്തിൽ ഉൾപ്പെട്ട കുട്ടികളാണ് മിക്കവരും. അതെ, ഒട്ടുമിക്ക കുട്ടികളും പലരും നഷ്ടപ്പെട്ട കുട്ടികളാണ്. അതെ, അതിലാ പട്ടിയായിട്ട് അഭിനയിച്ച അമൽജിത്ത്
മോൻ അസാധ്യ പെർഫോമൻസ്. അവൻ ആ പട്ടി ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവന് പിന്നെ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു, ഏറ്റവും സ്നേഹമുള്ളൊരു അടുത്ത്. ഈ ഉരുൾപൊട്ടി വീട് ഇങ്ങനെ പോകുന്ന വഴിക്ക് പട്ടിയും ഇവനും കൂടെ അങ്ങ് പോകുന്നത്. ഉരുൾപൊട്ടി കയ്യെത്തി പിടിച്ചപ്പോൾ പിന്നെ എൻ്റെ അച്ഛനുണ്ട് ഇവിടെ, കയ്യെത്തി പിടിച്ചപ്പോൾ കുട്ടിയെ മാത്രമേ കിട്ടുള്ളൂ, പട്ടി ഒഴുകിപ്പോയി. അപ്പോൾ അവൻ അത്രയും ഒബ്സർവ് ചെയ്ത് അവൻ്റെ കൂടെ ജീവിച്ചൊരു സഹജീവി എന്നുള്ള തലത്തിൽ ആയിരിക്കും അവൻ അത്രയും ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഡയലോഗ് പറയുമ്പോൾ ആളത്ര ശരിയാണെന്നില്ല. പക്ഷെ പട്ടിയുടെ കാര്യം ഭയങ്കര ഒബ്സർവേഷൻ. അവനപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പട്ടിക്കുട്ടിയുടെ തന്നെ അനുകരിച്ചാണ്. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കലാണ്. ഇവിടെ ഓഡിയൻസ് അടക്കം, നാടക പ്രവർത്തകരാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും മീഡിയ ആണെങ്കിലും ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് കുട്ടികളെ. അത് വല്ലാത്തൊരു കരുത്ത് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ഉൾപ്പെടെയുള്ളവരോടാണ് നന്ദി പറയാനുള്ളത്. സന്തോഷം. എന്തായാലും ജോബ് എന്നല്ലേ? അതെ, ജോബ്. ഓക്കെ. എന്തായാലും ഈ ഒരു വിഷയം ഈ കുട്ടികളെ ഇതുപോലെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റി ഈ കൂട്ടായ്മയിൽ ഇവിടെ കൊടുന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവർ എന്താ പറയുക, കാണുന്ന ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് അവരുടെ വിഷമങ്ങളും കൂടിയാണ് തുറന്നു കാണിച്ചിട്ടുള്ളത്. അത്രയും മനോഹരമായിട്ടത് കോർഡിനേറ്റ് ചെയ്ത് എത്തിച്ചതിന് സാറിന് ഒരുപാട് നന്ദി. സന്തോഷം. വളരെ നിങ്ങൾ ചെയ്തൊരു കാര്യത്തിന് എത്ര നന്ദി. അതെ, ഞാനത് പറയാം. മുഴുവൻ നാടക പ്രവർത്തകരുടെ ഇവിടെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവൻ നാടക പ്രവർത്തകരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ് തീർച്ചയായും അങ്ങനെ ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഈ കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ നാട് മൊത്തത്തിൽ നിന്നിട്ടാണ് യാത്ര. എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അവസ്ഥയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അവരെല്ലാവരും കൂടിയിട്ടാണ് കുട്ടികളെ യാത്രയാക്കിയത്. എന്തായാലും അവരത് ഭംഗിയായിട്ട് ഇവരെ അവതരിപ്പിച്ചു. എല്ലാവരും മനസ്സിൽ എന്താ പറയുക, നെഞ്ചിലേറ്റിയിട്ടുണ്ട് എല്ലാവരും ഈ നാടകത്തിൽ. ഒരുപാട് സന്തോഷം. ഒരുപാട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ച് ഈ നാടകത്തിന്റെ കാസ്റ്റിങ്ങും അതിന്റെ കോർഡിനേഷൻ എല്ലാം താങ്കളായിരുന്നു. ആക്ടിങ് അല്ല, ഒരു മൊത്തത്തിലുള്ള ഒരു മേക്ക് ചെയ്തെടുക്കുക ഒരു പരിപാടി. ശരിക്കും ഈ കുട്ടികളെ നമ്മളിത് ശരിക്കും പല ഭാഗങ്ങളും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അവർ തന്നെ അവരനുഭവിച്ച അവരുടെ പല കാര്യങ്ങളും അവർ കയ്യിൽ നിന്ന്. ഒന്നാമത് നമ്മൾ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് വളരെ ചെറിയ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ നമുക്കൊരു ഡയലോഗ് എഴുതി ഇന്ന മൂമെന്റ് ആ ഡയലോഗ് പറയണം, ഇന്ന ഇമോഷണൽ ആ ഡയലോഗ് പറയണം എന്ന് നമുക്ക് അവർ ബൈഹാർട്ട് പഠിപ്പിക്കേണ്ട ഒരു പരിപാടി നടക്കില്ല. കൂടുതലായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഗെയിം പോലെ കളിപ്പിച്ചിട്ടൊക്കെ അവരെ കൊണ്ട് അവർക്ക് എന്താണ് ആ സ്പേസിൽ ആ സന്ദർഭത്തിൽ എന്താണ് സംസാരിക്കാൻ തോന്നുന്നത് അതിനെ സംസാരിക്കുക. അതൊരു ഡയലോഗ് സ്ക്രിപ്റ്റ് രീതിയിലേക്ക് ആക്കുക. കൂടുതലായിട്ട് ഇവർ പഠിക്കുന്നില്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തും. അപ്പം ഈ ഡയലോഗുകളെല്ലാം അവർ തന്നെ ഡെവലപ്പ് ചെയ്താണോ പലതും? അതെ. നമ്മൾ ഒരു സംഭവമേ പറയും, സന്ദർഭം സംസാരിക്കുള്ളൂ. അപ്പോൾ സന്ദർഭം സംസാരിക്കുമ്പോൾ ആദ്യം ഒന്നാമത് വളരെ സമയമെടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായത്. ഒരു 1-2 മാസമൊക്കെ ഇവിടെ പല ആൾക്കാർ പല സ്കൂളിലെ കുട്ടികളൊക്കെ 1-2 മാസമൊക്കെ റിഹേഴ്സൽ ചെയ്തില്ല. ഇത് അത്ര സമയമൊന്നും ഉണ്ടായിരുന്നില്ല. 1 മാസത്തിന് ഉള്ളിലായിരുന്നു ഇത് മൊത്തം കാര്യങ്ങളും ചെയ്തത്. അതായത് 2 ആഴ്ചത്തെ ഗ്യാപ്പിലായിരിക്കാം. അത്ര ചെറിയ സമയത്താണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നാടകം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും പറയാം. നമുക്ക് ഇന്നോലെ അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ഇപ്പോൾ ഇതുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർസ് ഉണ്ടാവാം. എല്ലാവരും ഒരാൾ ഓരോ തരത്തിലല്ലേ. ഇവരെല്ലാവരും ഒറ്റ മൈൻഡിലേക്ക് വരണം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് കളികൾ തന്നെയായിരുന്നു, ഗെയിംസ്. അങ്ങനെയാണ് ഇവരെല്ലാവരും ഒത്തുകൂട്ടിയത്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ചിൽഡ്രൻസ് തിയേറ്റർ ആയിരുന്നു. അപ്പം ആ ഒരു ഏരിയയിൽ കുറച്ച് ഗെയിംസ് ഞാൻ ആ ഏരിയ മാത്രമേ നോക്കിയില്ല. ഡയറക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ സ്പേസിൽ ഞാൻ കുട്ടികളെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. കൂടുതൽ കുട്ടികളെ കംഫർട്ടബിൾ ആക്കുക. ആക്ടിങ് സ്പേസിലൊക്കെ പ്രത്യേകിച്ച് പട്ടിക്കുട്ടീൻ്റെ അവൻ്റെ സ്പേസ് അവനെ കുറേ വർക്ക് ചെയ്ത് അവനെ കുറേ ചെയ്ത് അവൻ്റെ ഒരു നമുക്ക് ഈ ബ്ലോക്ക്നെസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അവൻ്റെ ഗെയിം കളിച്ച് കുറേ ആക്ടിവിറ്റീസ് കൊടുത്ത് ഇംപ്രവൈസേഷൻ കൊടുത്ത് കുറേ വേറെ കണ്ടന്റ് കൊടുത്ത് ഇപ്പം ആനിമി കാണി നമ്മൾ അങ്ങനത്തെ കുറേ അവന് കണക്ട് ആവുന്ന രീതിയിലൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തി. അങ്ങനെ ഓരോ ആൾക്കാർ ഈച്ച് ആൻഡ് എവരി വൺ ഓരോ കാര്യം തവളാന്ന് ഏട്ടൻ്റെ മൂവ്മെന്റ് എങ്ങനെ അവർ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ട് തന്നെ ഇല്ല നാടകങ്ങൾ. കാരണം വളരെ അങ്ങനത്തെ ഒരു സ്പേസ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്, അവരെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ഒരു രീതിയിൽ. പക്ഷെ ഞാനത് ഈ പ്രളയം അങ്ങനത്തിന് ആ ഒരു പ്രശ്നങ്ങളൊന്നും മുന്നിരുന്നില്ല. ഞാൻ വളരെ ഭയങ്കര പാരലലി ആയിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടുവന്നത്. കണ്ടന്റ് പോയത് വേറെ രീതിയിലാണ്, ഇത് ഗെയിം പോയത് വേറൊരു പാരലലി. പരസ്പര ബന്ധുവിലാണ് ഒരുപാട് പോയിന്റുകൾ വരിക. ദെൻ ആ പോയിന്റിനൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുക. എന്തായാലും അവസാനം സ്റ്റേജിൽ വളരെ മനോഹരമായിട്ടാണ്. എന്തായാലും ഒരുപാട് ആശംസകൾ കേട്ടോ. എന്തായാലും നിങ്ങളുടെ എല്ലാ എഫേർട്ടിന് ഉത്തരവാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും താങ്ക് യു. മേഡം ഇപ്പൊ നാടകം കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നു. എന്താണ് മേഡം? വളരെ മികച്ച നാടകം. സമൂഹത്തോട് അവർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ നാടകത്തിലൂടെ.
അതിന് ഉത്തരം പറയാൻ നമ്മളെല്ലാവരും തന്നെ ബാധ്യസ്ഥരാണ്. പിന്നെ ഈ ഒരു ഇത്രയും നമ്മളെ എല്ലാവരെയും വിഷമിപ്പിച്ച അല്ലെങ്കിൽ അത്രയേറെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് എത്തിയത്. അവരുടെ അതിജീവനമാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ അവർ നമ്മൾ വെക്കുന്ന ഒരു പോസിറ്റീവായ ഒരു സന്ദേശമുണ്ടല്ലോ, ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നും അവർ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്. വളരെ മികച്ച നാടകമായിരുന്നു, ഗംഭീരമായിരുന്നു. അവരെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടോട്ട് വന്നത്, അവരെ ഒന്ന് നേരെ കാണാൻ വേണ്ടിയിട്ട്. അവസാനം ചോദിച്ച ചോദ്യം ഈ നാട് ഞങ്ങളുടെ കൂടി അല്ലേ, ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ നമ്മൾക്ക് അതിന് ചിലർ ഉത്തരങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ കുട്ടികളോടൊപ്പം അവർ ഉയർത്തുമ്പോൾ നമ്മളെല്ലാവരും തന്നെ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ട് മാറുകയല്ലേ. ചില ചോദ്യങ്ങൾ അവർ ഉയർത്തുന്നത് എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്ക് യു മാം, താങ്ക് യു.